തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പ്രതിസന്ധി എന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. സംസ്ഥാനത്തെ ആരോഗ്യമേഖല വെന്റിലേറ്ററിലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. പൊതുജനാരോഗ്യ മേഖലയിൽ ദയനീയ സ്ഥിതിയെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. സർക്കാർ ഒന്നിനും ഫണ്ട് നൽകുന്നില്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയും വിമർശിച്ചു. അതേസമയം ചൊവ്വാഴ്ച മെഡിക്കൽ കോളേജുകളിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി പരാതിയിൽ രാഷ്ട്രീയ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഡോക്ടർ വെളിപ്പെടുത്തിയത്. ആരോഗ്യ വകുപ്പിന് ചികിത്സ വേണം. ഇവര് PR ഏജൻസികളെ വെച്ച് നടത്തുന്ന പ്രൊപ്പഗാൻഡയും നറേറ്റീവും അല്ല യഥാർത്ഥ ആരോഗ്യ കേരളം. ആരോഗ്യ വകുപ്പിനാണ് ചികിത്സ വേണ്ടത്. ആരോഗ്യ കേരളം അപകടത്തിലാണ്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ആവശ്യത്തിന് ഡോക്ടർമാരും മരുന്നുകളും ഉപകരണങ്ങളും ഇല്ലെന്ന് കെ സി വേണുഗോപാൽ. തുറന്നു പറയുന്നവരെ വേട്ടയാടുന്നു. അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ തകർച്ചയിലേക്ക് നയിക്കുകയാണ് പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇങ്ങനെ മറ്റു ഡോക്ടർമാരും തുറന്നു പറയാൻ പോയാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ പൊതുജനാരോഗ്യ രംഗത്തിന്റെ ഏറ്റവും ദയനീയ സാഹചര്യമായിരിക്കും വെളിപ്പെട്ടു വരുന്നത്. പൊതു ആരോഗ്യ സംവിധാനങ്ങൾ ശോചനീയാവസ്ഥയിലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി. ഡോക്ടറെ വേട്ടയാടുകയല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. റിപ്പോർട്ടർ, കൊച്ചി.